അടുത്ത് നമ്മൾ പറയണത് പ്രോസസ് ടു കമ്പൽ പ്രൊഡക്ഷൻ ഓഫ് തിങ്സ് ആണ്. അപ്പം ഇനി നമുക്ക് 82 കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ചാപ്റ്റർ 7 ആണ്, പ്രോസസ് ടു കമ്പൽ ദ പ്രൊഡക്ഷൻ ഓഫ് തിങ്സ്. അപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞത് ആൾക്കാരെ വിളിച്ചു വരുത്താനുള്ള മാർഗങ്ങളാണ്. ഇനി നമ്മൾ പറയുന്നത് സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ കോടതിയിലേക്ക് കൊണ്ടുവരാൻ, കോടതി മുമ്പാകെ ഹാജരാക്കാനായിട്ട് നമുക്ക് കമ്പൽ ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സുകളാണ് ഇനി നമ്മൾ പറയുന്നത്. ഇപ്പം ഇതിനും 4 തരമുണ്ട്. സമൻസ് ടു പ്രൊഡ്യൂസ് ഉണ്ട്, സെർച്ച് വാറൻസ് ഉണ്ട്, പിന്നെ ജനറൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സെർച്ചസ് ഉണ്ട്, പിന്നെ മെസ്സലേനിയസ് ഉണ്ട്. ഇതിൽ നമുക്ക് വേണ്ടത് സെർച്ച് വാറന്റ്, അതായത് സമൻസ് നമുക്ക് ആവശ്യമില്ല, നമുക്ക് വേണ്ടത് സെർച്ച് വാറൻസ് തൊട്ടുള്ള ഏരിയ ആണ്. അപ്പം സെക്ഷൻ 96 സെർച്ച് വാറന്റിനെ പറ്റി പറയുന്നത്. വെൻ സെർച്ച് വാറന്റ് മേ ബി ഇഷ്യൂ. അപ്പോൾ ആദ്യം പറയുന്നത് വേർ എനി കോർട്ട് ഹാസ് റീസൺ ടു ബിലീവ് ദാറ്റ് എ പേഴ്സൺ to whom a summons order under section 94 or a requisition under subsection 1 of section 95 has been or might be addressed will not or would not produce the document or thing as required by such summons or requisition, or such document or thing is not known to the court to be in the possession of any person, or the court considers that the purposes of any inquiry, trial or other proceeding under this Sanhita will be served by a general search or inspection, it may issue a search warrant. അപ്പോൾ കോടതി ആവശ്യപ്പെട്ടിട്ട് അയാൾ അതായത് ഒരു ഡോക്യുമെന്റ് ആവശ്യപ്പെട്ടിട്ട് അയാൾ കൊണ്ടുവരില്ല എന്ന് കോടതിക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ വുഡ് നോട്ട് പ്രൊഡ്യൂസ്, വിൽ നോട്ട് ഓർ വുഡ് നോട്ട്, ഒന്നുകിൽ കൊണ്ടുവന്നില്ല അല്ലെങ്കിൽ കൊണ്ടുവരില്ല എന്ന് കോടതിക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ ഇത് ആരുടെ കൈവശത്തിലാണ് ഇരിക്കുന്നത് എന്ന് കോടതിക്ക് അറിയില്ല, അല്ലെങ്കിൽ ഇൻക്വയറി അല്ലെങ്കിൽ ട്രയലിന്റെ ഭാഗമായി ഒരു ജനറൽ സെർച്ചോ ഇൻസ്പെക്ഷനോ നടത്തിയാൽ മതി എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ കോടതിക്ക് സെർച്ച് വാറന്റ്സ് ഇഷ്യൂ ചെയ്യാം. And the person to whom such warrant is directed may search or inspect in accordance therewith and the provisions hereinafter contained. അപ്പം ഇങ്ങനെ വാറണ്ട് ഒരാളുടെ പേരിൽ ഇഷ്യൂ ചെയ്ത് കിട്ടിയാൽ അയാൾക്ക് ആ സ്ഥലം സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്ത് അത് ഈ പറയുന്ന സംഹിത പ്രകാരമുള്ള പ്രൊവിഷൻസ് പ്രകാരം അവിടെ സെർച്ച് ചെയ്യാനോ ഇൻസ്പെക്ട് ചെയ്യാനോ സാധനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി the court may, if it thinks fit, specify in the warrant the particular place or part thereof to which only the search or inspection shall extend, and the person charged with the execution of such warrant shall then search or inspect only the part or place so specified. അപ്പം കോടതിക്ക് സെർച്ച് വാറന്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലം പറയണം. മേ ബി ഇതൊരു വീടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗമാവാം. ഇപ്പോൾ ഒരു കെട്ടിടത്തിന് തന്നെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം സെർച്ച് ചെയ്യാനായിട്ടും കോടതിക്ക് ആവശ്യപ്പെടാം. അങ്ങനെ ഒരു ഡയറക്ഷൻ ഉണ്ട്, ഒരു പെർട്ടിക്കുലർ പ്ലേസ് അല്ലെങ്കിൽ ഒരു പാർട്ടിനെ സംബന്ധിച്ച് ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന വ്യക്തിക്ക്, ഈ പേഴ്സൺ ചാർജ്ഡ് വിത്ത് എക്സിക്യൂഷന് അവിടെ മാത്രമേ സെർച്ച് ചെയ്യാനോ ഇൻസ്പെക്ട് ചെയ്യാനോ ഉള്ള അധികാരം ഉള്ളൂ. നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് സെക്ഷൻ ഷാൽ ഓത്തറൈസ് എനി മാജിസ്ട്രേറ്റ് അതർ ദാൻ ദ ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ് ഓർ ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് ടു ഗ്രാന്റ് എ വാറന്റ് ടു സെർച്ച് ഫോർ എ ഡോക്യുമെന്റ്, പാഴ്സൽ ഓർ അതർ തിങ് ഇൻ ദ കസ്റ്റഡി ഓഫ് ദ പോസ്റ്റൽ അതോറിറ്റി. പോസ്റ്റൽ അതോറിറ്റിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു ഡോക്യുമെന്റോ പാഴ്സലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമോ കിട്ടണം, പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റിനോ ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റിനോ മാത്രമേ വാറണ്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അടുത്ത് സെക്ഷൻ 97 വരുമ്പോൾ സെർച്ച് ഓഫ് പ്ലേസ് സസ്പെക്റ്റഡ് ടു കണ്ടെയ്ൻ സ്റ്റോളൻ പ്രോപ്പർട്ടി, ഫോർജ്ഡ് ഡോക്യുമെന്റ്സ് എക്സെട്ര. ഇപ്പോൾ കോടതിക്ക് സംശയം തോന്നുകയാണ്, അതായത് അല്ലെങ്കിൽ പോലീസിന് സംശയം തോന്നുകയാണ്, അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു സ്ഥലത്ത് എന്തെങ്കിലും മോഷണ വസ്തുക്കളോ അല്ലെങ്കിൽ വ്യാജരേഖകളോ ഡോക്യുമെന്റ്സോ ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ട്
ഇത് സെർച്ച് ചെയ്താൽ മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന് തോന്നുകയാണ്. ഇത് കോടതിക്കും കൂടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ഥലം സെർച്ച് ചെയ്ത് ഈ പറയുന്ന സ്റ്റോളൻ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ഡോക്യുമെന്റ്സോ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് കോടതിക്ക് സെർച്ച് വാറന്റ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അപ്പം അതിനുവേണ്ടി ഇഫ് ദ ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റ് ഓർ മാജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് upon information and after such inquiry as he thinks necessary has reason to believe that any place is used for the deposit or sale of stolen property or for the deposit, sale or production of any objectionable article to which this section applies, or that any such objectionable article is deposited in any place, he may by warrant authorize any police officer above the rank of a constable to enter with such assistance as may be required such place to search the same in the manner specified in the warrant. അപ്പം ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റിനോ സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ മാജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്സിനോ ഇൻഫർമേഷൻ കിട്ടി അവർക്ക് അന്വേഷിച്ച് അവർക്ക് ബോധ്യപ്പെടുകയാണ്, ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഈ പറയുന്ന മോഷണം മുതൽ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഈ സെക്ഷൻ പ്രകാരം തന്നെ ഒബ്ജക്ഷണബിൾ ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയോ സെയിലോ പ്രൊഡക്ഷനോ ഒക്കെ നടത്തുന്ന സ്ഥലമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് സെർച്ച് ചെയ്യാനായിട്ട് വാറന്റ് പ്രകാരം ഓതറൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഓതറൈസ് ചെയ്യേണ്ടത് കോൺസ്റ്റബിൾ റാങ്കിൽ കുറയാത്ത ഒരാളിനെയാണ്. എനി ഓഫീസർ അബവ് ദ റാങ്ക് ഓഫ് കോൺസ്റ്റബിൾ ആണ്. അപ്പം കോൺസ്റ്റബിൾ റാങ്കിന് മേലെയുള്ള ഒരാളിനെ മാത്രമേ ഓതറൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഓതറൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻറ്റർ വിത്ത് സച്ച് അസിസ്റ്റൻസ് ആസ് മേ ബി റിക്വയർഡ് സച്ച് പ്ലേസ്. അപ്പൊ ആ സ്ഥലത്ത് അകത്ത് കയറാനും വാറന്റിൽ പറയുന്നത് പ്രകാരം അവിടെ സെർച്ച് നടത്താനും ടു ടേക്ക് പൊസഷൻ ഓഫ് എനി പ്രോപ്പർട്ടി or article therein found which he reasonably suspects to be stolen property or objectionable article to which this section applies. അപ്പോൾ ഈ സെക്ഷൻ പറയുന്നത് പ്രകാരം ഉള്ള ഒബ്ജക്ഷണബിൾ ആർട്ടിക്കിളോ സ്റ്റോളൻ പ്രോപ്പർട്ടിയോ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നതോ അല്ലെങ്കിൽ അത് ഈ പറയുന്ന ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ആണ് എന്ന് റീസണബിളി സംശയം തോന്നുന്ന ഒരു ആർട്ടിക്കിളിൻ്റെയോ പൊസഷൻ എടുക്കാം, കൈവശം എടുക്കാം. To convey such property or article before a magistrate or to guard the same on the spot until the offender is taken before a magistrate or otherwise to dispose of it in some place of safety. ഒന്നെങ്കിൽ ഈ പ്രോപ്പർട്ടിയെ അവിടെ നിന്ന് മാജിസ്ട്രേറ്റിന് മുമ്പാകെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ ഒഫൻഡറിനെ മാജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുന്നത് വരെ ആ സ്പോട്ടിൽ തന്നെ ഈ പ്രോപ്പർട്ടിയെ ഗാർഡ് ചെയ്യാം, കാവല് നിൽക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോപ്പർട്ടി ഒരു സേഫ് കസ്റ്റഡിയിലേക്ക് മാറ്റാം. ഇനി അടുത്ത് പറയുന്ന പവർ എന്ന് പറയുന്നത് ടു ടേക്ക് ഇൻ ടു കസ്റ്റഡി ആൻഡ് ക്യാരി ബിഫോർ എ മാജിസ്ട്രേറ്റ് എവറി പേഴ്സൺ ഫൗണ്ട് ഇൻ സച്ച് പ്ലേസ് ഹു അപ്പിയേഴ്സ് ടു ഹാവ് ബീൻ പ്രിവി ടു ദ ഡെപ്പോസിറ്റ്, സെയിൽ ഓർ പ്രൊഡക്ഷൻ ഓഫ് എനി സച്ച് പ്രോപ്പർട്ടി ഓർ ആർട്ടിക്കിൾ നോയിങ് ഓർ ഹാവിങ് reasonable cause to suspect it to be stolen property or as the case may be objectionable article to which this section applies. അപ്പം ഈ സെർച്ച് നടത്തുന്ന സ്ഥലത്ത് അവിടെ ഉള്ള ഒരു വ്യക്തി ഈ പറയുന്ന കാര്യങ്ങളുടെ അറിവോടെ ആണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ അയാൾക്ക് ഈ പറയുന്ന സെയിൽ ആൻഡ് പ്രൊഡക്ഷനെ പറ്റി നല്ല ബോധ്യമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെയും കസ്റ്റഡിയിലെടുത്ത് മാജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കാനുള്ള അധികാരം പോലീസിനും ഉണ്ട്. ഇനി ഈ സെക്ഷൻ പറയുന്നത് പ്രകാരമുള്ള ഒബ്ജക്ഷണബിൾ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആദ്യത്തത് കൗണ്ടർ ഫീറ്റ് കോയിൻ, വ്യാജമായി തയ്യാറാക്കിയ കോയിൻ. ഇനി pieces of metal made in contravention to the Coinage Act of 2011 or brought into India in contravention of any notification for the time being in force issued under Section 11 of the Customs Act 1962. അപ്പം കോയിനേജിന് വിരുദ്ധമായി, കോയിനേജ് ആക്ട് പറയുന്നതിന് വിരുദ്ധമായി തയ്യാറാക്കിയിരിക്കുന്ന മെറ്റലിൻ്റെ പീസസോ അല്ലെങ്കിൽ കസ്റ്റംസ് ആക്ടിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്ന സാധനങ്ങൾക്ക് വിരുദ്ധമായി കൊണ്ടുവന്നേക്കുന്നത്, അതായത് കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കാതെ കൊണ്ടുവന്നേക്കുന്ന സാധനങ്ങളോ
അല്ലെങ്കിൽ കൗണ്ടർഫീറ്റ് കറൻസി നോട്ടോ കൗണ്ടർഫീറ്റ് സ്റ്റാമ്പോ, അതായത് കള്ളനോട്ട്, കള്ള സ്റ്റാമ്പ്, ഫോഴ്സ്ഡ് ഡോക്യുമെന്റ്സ്, വ്യാജരേഖ, ഫോൾസ് സീൽസ്, വ്യാജ സീല്, അല്ലെങ്കിൽ ഒബ്സീൻ ഓബ്ജക്ട്സ് റെഫർ ടു ഇൻ സെക്ഷൻ 294 ഓഫ് ഭാരതീയ ന്യായ സംഹിത. 294 പറയുന്നത് പ്രകാരം ഒബ്സീൻ ആയിട്ടുള്ള, അതായത് എന്താ ന്യൂഡിറ്റി കണ്ടൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന നിരോധിതമായിട്ടുള്ള ഒബ്ജക്ട്സ് എന്തെങ്കിലും ഉണ്ട്, അതായത് ഈ പറയുന്ന ന്യൂഡിറ്റി അല്ലെങ്കിൽ വൾഗാരിറ്റി പോലത്തെ കണ്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിരോധിച്ചിരിക്കുന്ന സാധനങ്ങൾ, സെക്ഷൻ 294 പ്രകാരം കുറ്റകൃത്യമാവുന്ന ഒബ്ജക്ട്സുകൾ, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഓർ മെറ്റീരിയൽസ് യൂസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എനി ഓഫ് ദ ആർട്ടിക്കിൾസ് മെൻഷൻഡ് ഇൻ ക്ലോസ് A to F. അപ്പം ഈ പറയുന്ന A to Fൽ പറയുന്ന ആർട്ടിക്കിൾസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സോ മെറ്റീരിയൽസോ ഉണ്ട്, അതായത് ഇപ്പം സീലിന്റെ അച്ച്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒബ്സീൻ മെറ്റീരിയൽസ് പ്രിന്റ് എടുക്കുന്ന ഒരു ഫോട്ടോ കോപ്പി മെഷീനോ, അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും വീഡിയോസ് ആണെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യുന്ന ക്യാമറയോ, അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ഡോക്യുമെന്റ്സ് തയ്യാറാക്കുന്ന കാര്യങ്ങളോ, ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇൻസ്ട്രുമെന്റ്സിനെയും മെറ്റീരിയൽസിനെയും പോലീസിന് സീസ് ചെയ്ത് കൊണ്ടുവരാം. അതും ഈ പറയുന്ന ഒബ്ജക്ഷണബിൾ ആർട്ടിക്കിളായി തന്നെയാണ് കണക്കാക്കുന്നത്. സെക്ഷൻ 98 പറയുന്നത് പവർ ടു ഡിക്ലെയർ സർട്ടൻ പബ്ലിക്കേഷൻസ് ഫോർഫീറ്റഡ് ആൻഡ് ടു ഇഷ്യൂ സെർച്ച് വാറന്റ്സ് ഫോർ സെയിൽ. ഇനി സർട്ടൻ പബ്ലിക്കേഷൻസിനെ ഫോർഫീറ്റഡ് ആണ്, അതായത് ഇത് കണ്ടുകെട്ടണം എന്ന് കോടതി, അതായത് കോടതിക്ക് ഈ പറയുന്ന പബ്ലിക്കേഷൻസിനെ നിരോധിതമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ പബ്ലിക്കേഷൻസിനെ കോടതിക്ക് ഈ പറയുന്ന ഓർഡർ പ്രകാരം കണ്ടുകെട്ടാനായിട്ട് ആവശ്യപ്പെടാം. അതിനുവേണ്ടി ഇങ്ങനെ കണ്ടുകെട്ടാനായി ഈ ആർട്ടിക്കിൾസിനെ കണ്ടുകെട്ടുന്ന പർപ്പസിലേക്ക് വേണ്ടിയിട്ടും സെർച്ച് വാറന്റ്സ് ഇഷ്യൂ ചെയ്യാം. അപ്പം അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും കൂടെ ഒരു റോള് വരുന്നുണ്ട്. വേർ എനി ന്യൂസ് പേപ്പർ ഓർ ബുക്ക് ഓർ any document, whether printed, appears to the state government to contain any matter the publication of which is punishable under section 152, 196 or 197 or sections 294, 295 or 299 of BNS, the state government may, by notification stating the grounds of its opinion, declare every copy of the issue of the newspaper containing such a matter and every copy of such book or other document to be forfeited to government, and thereupon any police officer may seize the same wherever found in India, and any magistrate may by warrant authorize any police officer not below the rank of sub-inspector to enter upon and search for the same in any premises where any copy of such issue or such book or other document may be reasonably suspected to be. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു ന്യൂസ് പേപ്പറോ ബുക്കോ അല്ലെങ്കിൽ ഡോക്യുമെന്റോ ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 152, 196, 197, 294, 295, 299 BNS പ്രകാരം കുറ്റകൃത്യമാവുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടന്റ്സ് ഉള്ളൊരു മെറ്റീരിയൽ ആണ് എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന് തോന്നിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചുകൊണ്ട് ഈ പറയുന്ന ഡോക്യുമെന്റിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂസ് പേപ്പറിനെയോ ബുക്കിനെയോ സർക്കാരിലേക്ക് കണ്ടുകെട്ടാനായിട്ട് ഡിക്ലെയർ ചെയ്യാം. അങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ കോപ്പിയെയും ഏത് പോലീസ് ഓഫീസറിന് വേണമെങ്കിലും കണ്ടുകെട്ടാം, ഇന്ത്യയുടെ എവിടെ നിന്ന് വേണമെങ്കിലും കണ്ടുകെട്ടാം. ഇനി ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ കണ്ടുകെട്ടുന്നതിലേക്ക് വേണ്ടി മാജിസ്ട്രേറ്റിന് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ താഴെ അല്ലാത്ത ആൾക്ക് ഈ പറയുന്ന വസ്തുക്കൾ കണ്ടുകെട്ടുന്നതിന് വേണ്ടി ഏതെങ്കിലും സ്ഥലം സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ കോപ്പി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് സർക്കാരിലേക്ക് കണ്ടെത്താനോ ഈ പറയുന്ന പോലെ സെർച്ച് ചെയ്യാനോ എൻറ്റർ ചെയ്യാനോ വേണ്ടിയിട്ട് സെർച്ച് വാറണ്ട് ഓത്തറൈസ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള അധികാരം ഉണ്ട്. ഇനി in this section and in section 99, newspaper and book have the same meaning as in the present registration
ഓഫ് ബുക്സ് ആക്ട് 1867. ന്യൂസ് പേപ്പറിനും ബുക്കിനും ഈ പറയുന്ന പ്രസന്റ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമുള്ള മീനിങ് ആണ് കണക്കാക്കേണ്ടത്. ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ പെയിന്റിംഗ്, ഡ്രോയിങ് ഓർ ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള വിസിബിൾ റെപ്രസെന്റേഷൻ. ഇനി no order passed or action taken under this section shall be called in question in any court otherwise than in accordance with the provisions of section 99. അപ്പം സെക്ഷൻ 99-ൽ പറയുന്നത് പ്രകാരം അല്ലാതെ ഒരു രീതിയിലും ഇങ്ങനെ ഈ പറയുന്ന സാധനങ്ങൾ കണ്ടുകെട്ടാനായി കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനായി പറ്റില്ല. 99 പ്രകാരം അല്ലാതെ കോടതി പാസാക്കിയ ഒരു ഉത്തരവിനെ ചോദ്യം ചെയ്യാനായിട്ട് പറ്റില്ല. സെക്ഷൻ 99 പറയുന്നത് ആപ്ലിക്കേഷൻ ടു ഹൈക്കോർട്ട് ടു സെറ്റ് അസൈഡ് ഡിക്ലറേഷൻ ഓഫ് ഫോർഫീച്ചർ. എനി പേഴ്സൺ ഹാവിംഗ് എനി ഇൻട്രസ്റ്റ് ഇൻ എനി ന്യൂസ് പേപ്പർ, ബുക്ക് or other document in respect of which a declaration of forfeiture has been made under section 98 may, within 2 months from the date of publication in the official gazette of such declaration, apply to the High Court to set aside such declaration on the ground that the issue of the newspaper or the book or other document in respect of which the declaration was made did not contain any such matter as is referred to in subsection 1 of section 98. അപ്പം 98 പ്രകാരം ഒരു ഉത്തരവ് ഇട്ടിട്ടുണ്ട് എങ്കിൽ ആ പറയുന്ന ന്യൂസ് പേപ്പറോ ബുക്കോ അല്ലെങ്കിൽ ഡോക്യുമെന്റിലോ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിക്ക് ഹൈക്കോടതിയിലേക്ക് ഈ ഓർഡർ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യൽ ഗസറ്റിൽ വന്ന് 2 മാസത്തിനുള്ളിൽ വിത്തിൻ 2 months ഹൈക്കോടതിയിലേക്ക് ഈ പറയുന്ന സർക്കാരിന്റെ ഓർഡറിനെ സെറ്റസൈഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം. അതിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് സെക്ഷൻ 98 പറയുന്നത് പ്രകാരമുള്ള കണ്ടന്റ് ഈ മെറ്റീരിയൽ ഇല്ല എന്നുള്ള ഗ്രൗണ്ടിൽ ഇത് സെറ്റസൈഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം. ഇനി ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഹൈക്കോടതി മിനിമം 3 പേര് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന ജഡ്ജസ് ഇരിക്കുന്ന ഒരു ബെഞ്ച് മാത്രമേ ഇങ്ങനെയുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് തീരുമാനം എടുക്കാൻ പാടുള്ളൂ. എവറി സച്ച് ആപ്ലിക്കേഷൻ ഷാൽ, where the High Court consists of 3 or more judges, be heard and determined by a special judge of the High Court empowered High Court composed of 3 judges, and where the High Court consists of less than 3 judges, such special bench shall be composed of all the judges of that High Court. അപ്പം ഈ പറയുന്ന സെക്ഷൻ 99 പ്രകാരം ഒരു ഓർഡർ സെറ്റസൈഡ് ചെയ്യാനായിട്ട് പോവേണ്ടത് ഹൈക്കോടതി മുമ്പാകെയാണ്. ഹൈക്കോടതിയിൽ മിനിമം 3 ജഡ്ജസ് എങ്കിലും ഉള്ള ഒരു ബെഞ്ച് മാത്രമേ ഇത് കൺസിഡർ ചെയ്ത് ഈ പറയുന്ന ഡിക്ലറേഷൻ, സർക്കാർ പുറപ്പെടുവിച്ച ഡിക്ലറേഷൻ പ്രകാരം കണ്ടുകെട്ടാനായി പറഞ്ഞിരിക്കുന്ന ബുക്കോ ഡോക്യുമെന്റോ ന്യൂസ് പേപ്പറിലോ ഈ പറയുന്ന പോലത്തെ കണ്ടന്റ് ഇല്ല എന്ന് കണക്കാക്കിക്കൊണ്ട് ഇത് സെറ്റസൈഡ് ചെയ്യാനായി തീരുമാനമെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നാണ് സെക്ഷൻ 99 പറയുന്നത്. On the hearing of any such application with reference to any newspaper, any copy of such newspaper may be given in evidence in aid of the proof of the nature or tendency of the words, signs or visible representations contained in such newspaper in respect of which the declaration of forfeiture was made. അപ്പം ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ്റെ ഹിയറിങ്ങിനെ സംബന്ധിച്ച് ന്യൂസ് പേപ്പറിൻ്റെയോ അല്ലെങ്കിൽ ആ ന്യൂസ് പേപ്പറിൻ്റെ ഒരു കോപ്പി കൃത്യമായി അതിൻ്റെ തെളിവിലേക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കിയിരിക്കണം. The High Court shall, if it is not satisfied that the issue of the newspaper or the book or other document in respect of which the application has been made contained any such matter as is referred to in subsection 1 of section 98, set aside the declaration of forfeiture. അപ്പം സർക്കാർ പുറപ്പെടുവിച്ച ഒരു ഡിക്ലറേഷൻ പ്രകാരം പറയുന്ന ഒരു കണ്ടന്റ് ഇതിലില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ഈ പറയുന്ന ഓർഡർ കോടതിക്ക് സെറ്റസൈഡ് ചെയ്യാനായിട്ട്, അതായത് ഈ കണ്ടുകെട്ടാനായി സർക്കാർ പുറപ്പെടുവിച്ച ഓർഡറിനെ സെറ്റസൈഡ് ചെയ്യാനായിട്ട് കോടതിക്ക് തീരുമാനിക്കാം. ഇനി where there is difference in opinion among the judges forming the special bench, the decision shall be in accordance with the opinion of the majority of those judges. അപ്പം
ഈ പറയുന്ന ജഡ്ജസിനിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതിൽ മെജോറിറ്റിയുടെ തീരുമാനം എന്താവോ അതായിരിക്കും ഈ കേസിൽ കോടതിയുടെ തീരുമാനം. ഇനി സെക്ഷൻ 100ലേക്ക് വരുമ്പോൾ സെർച്ച് ഫോർ പേഴ്സൺസ് റോങ്ഫുള്ളി കൺഫൈൻഡ് ആണ്. അപ്പം നമ്മുടെ ഈ ഹേബിയസ് കോർപ്പസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രീതിയാണ് സെക്ഷൻ 100 എന്ന് പറയുന്നത്. ഇഫ് എനി ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റ് ഓർ മാജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ഹാസ് റീസൺ ടു ബിലീവ് ദാറ്റ് any person is confined under such circumstances that the confinement amounts to an offense. അപ്പം ഒരാളിനെ തടവിൽ വെച്ചിരിക്കുകയാണ്, ആ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത് ഒരു ഒഫൻസ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹി മേ ഇഷ്യൂ എ സെർച്ച് വാറന്റ്. അതായത് ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റിനോ സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റിനോ മാജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്സിനോ ഒരു സെർച്ച് വാറന്റ് ഇഷ്യൂ ചെയ്യാം. ആൻഡ് ദ പേഴ്സൺ ടു ഹൂം സച്ച് വാറന്റ് ഇസ് ഡിറക്റ്റഡ് may search for the person so confined, and such search shall be made in accordance therewith, and the person, if found, shall be immediately taken before a magistrate who shall make such order as in the circumstances of the case seems proper. അപ്പം ഈ പറയുന്ന സെർച്ച് വാറണ്ട് ആരുടെ പേരിൽ വേണമെങ്കിലും ഇഷ്യൂ ചെയ്യാം. അങ്ങനെ സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്ത് കിട്ടിയ ഒരാൾക്ക് സെർച്ച് നടത്തി അവിടെ നിന്ന് ആ വ്യക്തിയെ കണ്ടെത്തുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി മാജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കേണ്ട ആവശ്യകത ഉണ്ട്.